ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർമാൻ എന്നുള്ള പടം റിലീസാകാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഒരു പടം കണ്ടിട്ടുണ്ടായിരിക്കും, റിലീസും കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു താമസം പോലെ ഇരിക്കും ഇത് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോട്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പടം കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്നാണ് DC-യുടെ ഈ ഒരു സൂപ്പർമാനെ പറ്റി. അപ്പം ഒറ്റവാക്കി എടുത്ത് പറയാൻ, നിങ്ങളൊന്നും കണ്ടിരിക്കുകയും വേണ്ട, ഒന്നും അറിഞ്ഞിരിക്കുകയും വേണ്ട. സൂപ്പർമാൻ എന്തുവാണെന്ന് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയാൽ മാത്രം മതി. വേറെ പഴയ നമ്മുടെ ഹെൻറി കാവിലിൻ്റെയോ ക്രിസ്റ്റഫർ റീവിസിൻ്റെയോ ഒന്നും കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ആ ഒരു പഴയ നൊസ്റ്റാൾജിക് സാധനങ്ങളോ റെഫറൻസൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ, അതായത് തീർച്ചയായിട്ടും ഒരു കോമിക് ബുക്ക് ഫാൻ അല്ലെങ്കിൽ CBM ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ കണ്ടിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. എന്താ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്രിസ്റ്റഫർ റീവിൻ്റെ ആ ഒരു 4 പടങ്ങളെങ്കിലും എടുത്ത് കണ്ടിരുന്നാൽ വെച്ചാൽ ബെറ്റർ ആയിരിക്കും. മാൻ ഓഫ് സ്റ്റീൽ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ വേറൊരു ടോണിലുള്ള സൂപ്പർമാനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം കാണണോ വേണ്ടതെന്ന്. ഇപ്പം ഒറ്റവാക്കി ഇപ്പം ഞാൻ അടുത്ത് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളൊന്നും കാണുകയും വേണ്ട. കാരണം ഇത് DC-യുടെ പുതിയ ഫ്രഷ് സ്റ്റാർട്ടാണ്, പുതിയ DC-യാണ്. അതിന് പഴയ കാര്യങ്ങളൊന്നും കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ആദ്യം നമ്മുടെ MCU എങ്ങനെയായിരുന്നു ആദ്യത്തെ അയൺമാനെ ഇറക്കിയത്, അതേപോലെ നമ്മുടെ DC-യുടെ ഫസ്റ്റ് മൂവിയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർമാൻ എന്നുള്ള ഈ ഒരു പടം. അപ്പം ജെയിംസ് ഗണ്ണിൻ്റെ കൺട്രോളിലാണ് ഇത് ഫുള്ള് വരാൻ പോകുന്നത്. ഇതിന് ശേഷം ഇതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും മറ്റു പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ആ കൂടി എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂപ്പർമാന് മുന്നേ തന്നെ DCU സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ക്രീച്ചർ കമാൻഡോസ് എന്നുള്ളൊരു ആനിമേറ്റഡ് സീരീസ് നമ്മുടെ HBO മാക്സിനകത്ത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, കണ്ടുനോക്കാം. കാരണം അതിനുശേഷം എത്ര മാസങ്ങൾക്ക് ഇടയിൽ നടക്കുന്നൊരു സംഭവമായിട്ട് നമ്മുടെ സൂപ്പർമാൻ ഇപ്പോൾ കാണാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും. അപ്പം ഈ ഒരു ക്രീച്ചർ കമാൻഡോസ് എന്നുള്ള ആ ഒരു അനിമേറ്റഡ് സീരീസ് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഈ ഒരു സൂപ്പർമാൻ്റെ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തന്നെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ജെയിംസ് ഗൺ തന്നെയാണ് ഡയറക്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം പക്ക കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൂപ്പർമാൻ കണ്ടിട്ടും കാണാം, കാണുന്നതിന് മുന്നേയും കാണാം. അപ്പോൾ അങ്ങനെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പം മെയിൻലി നമ്മുടെ DCU ഒരു ലൈവ് ആക്ഷൻ ഫോമിൽ കൂടെ സ്റ്റാർട്ടാകാൻ പോകുന്നത് ഈ ഒരു സൂപ്പർമാൻ എന്നുള്ള പടത്തിൽ കൂടെയാണ്. അപ്പം ഇനി പുതിയ ഇത് ഫ്രാഞ്ചൈസീസൊക്കെ കണ്ട് തുടങ്ങാൻ പ്ലാനുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സൂപ്പർമാനിൽ കൂടെ തന്നെ നമ്മുടെ പുതിയ DCU സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ MCU പുതിയതായിട്ട് എടുത്ത് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് അയൺമാൻ തൊട്ട് 2008 ഇറങ്ങിയിട്ടുള്ള അയൺമാൻ തൊട്ട് 10, 20, 30 പ്രോജക്റ്റ് എടുത്ത് കണ്ട് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കാണും. അതായത് നോർമൽ ഓഡിയൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം അവർക്കൊക്കെ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവമാണ്, അത്രയും പ്രോജക്ട്സ് സീരീസ് എല്ലാം കണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ അതിനി നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം പുതിയ നമ്മുടെ ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. കാരണം ഇതൊരു ഫസ്റ്റ് തുടക്കം മൂവിയാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പം സൂപ്പർമാൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ രണ്ടാമത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുമ്പേ കണ്ടിട്ടുള്ള ഹെൻറി കാവിൽ സൂപ്പർമാൻ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്തവരും ഉണ്ടായിരിക്കാം. ജസ്റ്റ് ഞാൻ അടുത്ത് പറയുന്നതേ ഉള്ളൂ. ആര് കണ്ട സൂപ്പർമാനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഈ ഒരു പടം കാണാൻ പോകരുത്. ആ ഒരു ടോണിലുള്ള സൂപ്പർമാനെ അല്ലേ നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ക കോമിക് അക്യുറേറ്റ്, കോമിക്കിൽ എങ്ങനെയാണ് ഒരു സൂപ്പർമാൻ പെരുമാറുന്നതും ആ ഒരു ക്യാരക്ടർ ഡിഫറൻസ്, അതായത് ക്ലാർക്ക് കെൻറ്റും സൂപ്പർമാനും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളും കാണിക്കുന്ന ആ ഒരു തരത്തിലുള്ളൊരു സൂപ്പർമാൻ. അതായത് ക്ലാർക്ക് കെൻ്റ് എന്ന് പറഞ്ഞാൽ പക്ക പൊട്ടത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കോമിക്കിലായാലും ആനിമേറ്റഡ് മൂവീസിലൊക്കെ കാണാൻ പറ്റുന്നത്. ആ ഒരു സംഭവം, അതായത് സൂപ്പർമാൻ എന്നുള്ളത് ഒരു വേറൊരു പേഴ്സണാലിറ്റി പോലെയും, അതേപോലെ തന്നെ ക്ലാർക്ക് കെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു പേഴ്സണാലിറ്റി പോലെയൊക്കെ ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ സൂപ്പർമാൻ. ആ ഒരു സംഭവം നമ്മുടെ മാൻ ഓഫ് സ്റ്റീൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0% കാണാൻ. ഞാൻ കണ്ട മാൻ ഓഫ് സ്റ്റീലിനകത്ത് അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ സൂപ്പർമാനൊക്കെ അത്യാവശ്യം ഡാർക്കറായിട്ടും അതേപോലെ ഭയങ്കര ഗോഡ് ലെവൽ ക്യാരക്ടറൊക്കെ ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ നമ്മുടെ ജെയിംസ് ഗൺ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു സൂപ്പർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ളൊരു സൂപ്പർമാനായിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം കൂടുതൽ ആൾക്കാരിലോട്ട് അത് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലാൻ നമ്മുടെ ജെയിംസ് ഗൺ ചൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ക്രിസ്റ്റഫർ റീവിൻ്റെ ആ ഒരു സൂപ്പർമാൻ്റെ ടോണിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാനും വരാൻ പോകുന്നത്. അതായത് ആ ഒരു കോമിക് ആക്യുറേറ്റ് സൂപ്പർമാനെ തന്നെയാണ് ഇപ്പോൾ ലൈവ് ആക്ഷനിലും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം ആ ഒരു സൂപ്പർമാൻ, അതായത് അത്യാവശ്യം ഫണ്ണൊക്കെ കാണിക്കുന്ന രീതിയിലുള്ളതും, അതേപോലെ തന്നെ ആ ഒരു സൂപ്പർ ഹീറോ തന്നെ, അതായത് പൂച്ചയെ രക്ഷിക്കാൻ പോകുന്നതും കുട്ടികളെ രക്ഷിക്കാൻ പോകുന്നതും ആ ഒരു ക്ലാസിക് ടൈപ്പ്, അതെങ്കിൽ ആ ഒരു സിൽവർ ഐസ് സൂപ്പർമാൻ എങ്ങനെയായിരുന്നോ ആ ഒരു സൂപ്പർമാനാണ് ഇപ്പോൾ നമ്മൾ ലൈവ് ആക്ഷനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് കൂടുതൽ അപ്പുറത്തോട്ടൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ഇനി വരാൻ പോകുന്ന DC എന്ന് പറയുന്നത് നിങ്ങൾ മുന്നേ കണ്ട പോലത്തെ ആ ഡാർക്കറും വയലൻസൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. ജെയിംസ് ഗണ്ണാണ് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ഡാർക്ക്നെസ് സൂപ്പർമാൻ്റെ പടത്തിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. മറ്റു പടത്തിൽ ഞങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ ഇനി എന്തുവാന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും സൂപ്പർമാൻ്റെ പടം എന്തായാലും ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ഒക്കെ തന്നെയാണ്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നല്ല വെയിറ്റിംഗ് ആണ് ഈ ഒരു പടത്തിനെ പറ്റി. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ജസ്റ്റ് കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. സ്പോയിലേഴ്സോ കാര്യങ്ങളൊന്നും ഒന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റ് ഇടരുത്. കാരണം കാണാത്തവർക്കത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളിട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ പുതിയ DC അപ്ഡേറ്റ്സും മാർവൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ സംസാരിക്കാം. ഡെയിലി വീഡിയോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, ഒട്ടും സമയമില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ഇട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കിടന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇതുവരെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാൻ വരെ ബൈ ഗൈസ്.